സെയിം സെറ്റപ്പ് തന്നെ ഇവിടെ നമുക്ക് ഇത് തരാതെ ഈ ഒരു ലോ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു 4 അവർ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സൽ തരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, യൂറോയിൽ ഞാൻ പറഞ്ഞ ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ റിയാക്ഷൻ വന്നിട്ട് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സാധാരണ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ട്രേഡ് കിട്ടാറ്, പക്ഷേ ഞാൻ ആ സമയത്ത് ചാർട്ടിൻ്റെ ഫ്രണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മിസ്സായി. വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. പിന്നെ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെയ്ഡ് മെൻറ്റർഷിപ്പോ വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ചാനലോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നോട് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ ആകെ വീക്ക്ലി അനാലിസിസും പിന്നെ എൻ്റെ ട്രേഡിംഗ് ബ്രേക്ക് ഡൗൺ വീഡിയോ ഉണ്ടാവും ബുധനാഴ്ച, അത് രണ്ടും മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഫോളോ ചെയ്തിട്ട് എന്നോടൊന്ന് ചോദിച്ചാൽ മതി. ചോദിക്കാൻ എന്താ ഉള്ളത് വെച്ചാൽ ചോദിച്ചാൽ മതി, ഞാൻ എനിക്കറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലെ അനാലിസിസിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഡെയിലി ചാർട്ട് ഒന്ന് എടുത്തൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഒരു ബേസ് സാധനം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നത് നമുക്ക് ഒരു കൃത്യമായിട്ടൊരു ഏരിയ കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മേലോട്ടൊന്നും പോവില്ല. ഇവിടെ ഒന്നുമില്ല, ഒരു ലിക്വിഡിറ്റിയോ സാധനമോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു FEG ഉണ്ട്, ആ FEGയിലേക്ക് വന്നിട്ടുമില്ല. റീസണൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ന്യൂസ് മാറുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ. അപ്പോൾ യുദ്ധം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം നിർത്തി കുറച്ച് ദിവസത്തേക്ക് നിർത്തിയത് കൊണ്ടാണ് നമുക്ക് അപ്വേർഡ് ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. എന്താന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തുമ്പം DXYൻ്റെ വാല്യൂ കുറയും. DXYൻ്റെ വാല്യൂ കുറയുമ്പം USD പേഴ്സ്, യൂറോ USDയും GBP USDയും മേലോട്ട് പോകും. ഇനിയിപ്പോൾ യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണ്, എവിടെ മിസൈൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ DXYൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് ഈ യൂറോ USDയും GBP USDയും താഴോട്ട് പോകും. ഓക്കെ, അതൊരു ബേസിക്സ് ആണ്. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഒരു റിട്രേസ്മെൻറ്റോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു മൊമെൻറ്റം തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഹൈ എടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ലോ ടൈം ഫ്രെയിമിൽ ഇവിടുന്ന് ട്രേഡ് എവിടെ നിന്ന് കിട്ടുകയെന്ന് നോക്കാം. ഒരു പോസിബിലിറ്റി ഉള്ളത് മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമുക്ക് മേലോട്ടൊരു ട്രേഡ് നോക്കാം. ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് ടൂളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് ഇവിടുന്ന് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ തിരിച്ച് മേലോട്ട് ഒരു ട്രേഡ് നോക്കാം. ഓക്കെ, വേറൊരു സിനാരിയോ ഉള്ളത്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുമ്പോഴാണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ടാണ് പോകുന്നതെങ്കിൽ തിരിച്ച് റിട്രേസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഒരു ഏരിയ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ ഈ ഒരു എന്താ പറയുക ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടുന്ന കൃത്യം എൻട്രി വരാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം തൽക്കാലം ഈ ഒരു ഏരിയ ആണുള്ളത്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മേലോട്ട് ആ ഒരു ഏരിയൻ്റെ ഹൈ വരെ ട്രേഡ് നോക്കാം. ഓക്കെ, 1 അവറിൽ പ്രത്യേകിച്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ഏരിയാസ് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ്. നമുക്ക് വേണമെങ്കിൽ ആ 4 അവറിൽ FEG റിഫൈൻ ചെയ്തിട്ട് ഈ 1 അവർ OB ആക്കാം. ഓക്കെ, അപ്പോൾ യൂറോയിൽ ഞാൻ പേഴ്സണലി ബയസ് എൻ്റെ അപ് ട്രെൻഡാണ്. അപ്പം ഈ ഒരു ട്രേഡ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മേലോട്ട് ട്രേഡ് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് ഒരു മേലോട്ടൊരു എൻട്രി നോക്കാം. ഇനി ന്യൂസ് നോക്കി ഇതിപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ന്യൂസ് വരണം. മീൻസ് യൂഷ്വലി ഈ ട്രംപിൻ്റെ എന്തെങ്കിലും ട്വീറ്റ് വരുന്നത് എന്തായാലും നോക്കി നിൽക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഉള്ളത് ചെറിയ ട്രേഡ് എടുക്കാൻ നോക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഹൈ വരെ ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ പോയി? ഈ ഒരു ഹൈ വരെ ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഒരു റിട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങോട്ട് റിട്രേസ്മെൻറ്റോ കിട്ടിയിട്ട് ഈ ഒരു ഹൈ വരെ
നിങ്ങൾ ട്രേഡ് നോക്കരുത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ചെറിയ ചെറിയ ട്രേഡ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. 1:2 അല്ലെങ്കിൽ 1:2 1:3 ട്രേഡ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത ചാർട്ട് GBP നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഹൈ വരെ ട്രേഡ് എടുക്കാം. പക്ഷേ ഓക്കെ, GBPൻ്റെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 hour OB എന്ന് തോന്നുന്നു, ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അത്യാവശ്യം നല്ല എൻട്രി കിട്ടി. പിന്നെ തിരിച്ച് ഒരു ട്രേസ്മെൻറ്റ് കിട്ടി. ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡെയിലി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെയിലി നമ്മളെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് എങ്ങനെയാണ് വേണ്ടേ, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചെറിയൊരു റിട്രേസ്മെൻറ്റ് തരണം. ഓക്കെ, ഒരു റിട്രേസ്മെൻറ്റ് തരണം. അതിൻ്റെ കുറച്ച് മുമ്പത്തെ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു അപ് ട്രെൻഡ് ട്രേഡ് നോക്കാവുന്ന രീതിയിലാണ് മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, GBPയിൽ യൂറോയിൽ നേരെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺട്രഡിക്റ്റിംഗ് ചാർട്ട്സ് ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്കെങ്കിലും യൂറോയും GBPയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ ഇഷ്യൂസ് കാരണം നമുക്ക് ചാർട്ട് കൃത്യമായിട്ട് ഇപ്പോൾ റീഡ് ചെയ്യൽ കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്. അപ്പോൾ ചെറിയ ട്രേഡ്സ് നോക്കുക. ഞാൻ ഒന്നുകൂടി പറയാം, ചെറിയ ട്രേഡ്സ് നോക്കുന്നതായിരിക്കും ഇപ്പം നന്നാവുക. വലിയ മൂവ്മെൻറ്റ് നോക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് GBPൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ബയസ് അപ് ട്രെൻഡ് തന്നെയാണ്. ഏരിയാസ് എന്ന് പറയുമ്പം ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ച് വന്നിട്ട് മേലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് തിരിച്ച് മേലോട്ട് ട്രേഡ് നോക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. മേലോട്ട് ട്രേഡ് ഒരു നമുക്ക് മറ്റേ ഹൈ വരെ നോക്കാം കേട്ടോ. ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡിൽ കാണിച്ചില്ല. ഡെയിലിയിൽ ഈ ഒരു 4 hour ഡെയിലി OB ഉണ്ട്. ഓക്കെ, ഇനി ചെറിയൊരു റിട്രേസ്മെൻറ്റ് വരണമെങ്കിൽ ഈ ഒരു OBയിലേക്ക് എത്തിയാലായിരിക്കും വരിക. അപ്പോൾ അതുവരെ നമുക്ക് ലോങ് നോക്കാം. ഓക്കെ, എനിക്ക് ഇവിടുന്ന് ഒരു SL അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് പ്രതീക്ഷിച്ചു, പക്ഷേ ഫ്രൈഡേ നൈറ്റാണ്. എൻ്റെ മിസ്റ്റേക്കാണ്. പോട്ടെ, അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട് കഴിഞ്ഞ വീക്കാണ്, പിന്നെ കുഴപ്പമില്ല. ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേലോട്ട് ട്രേഡ് നോക്കാം. ഇനി ഈ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് മേലോട്ട് പോയിട്ട് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ച് മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് തന്നെ വന്ന് നമുക്ക് മേലോട്ട് ട്രേഡ് നോക്കാം. ഓക്കെ, GBPയിൽ അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഉള്ളത്. ഷോർട്ട് എൻട്രി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. കുറച്ച് വെയിറ്റ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് എങ്ങാണ്ട് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ വരും കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് തിരിച്ച് നമുക്ക് റിട്രേസ്മെൻറ്റ് കിട്ടും. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാം. എന്നിട്ട് ഈ ഒരു ലോ വരെ എൻട്രി എടുക്കാം. അടുത്ത പേര് ഗോൾഡ് നോക്കാം. ഓക്കെ, ഗോൾഡിൽ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിട്രേസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ട്രേഡ് എടുക്കാമെന്നായിരുന്നു. നമുക്ക് ഇവിടെ വലിയൊരു വിക്ക് സ്വീപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ന്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സ്വീപ്പ് വന്നിട്ടുണ്ട്. പിന്നെ തിരിച്ച് റിട്രേസ്മെൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു വിക്കില്ല, ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് 1 minute എൻട്രി സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് മേലോട്ട് കയറിയിട്ട് എടുക്കാറുണ്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ ആ എൻട്രി എനിക്ക് മിസ്സായി. പിന്നെ ഞാൻ വിചാരിച്ചത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോ വരെ ടാർഗറ്റ് ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വേറെ ആർക്കെങ്കിലും എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ. ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഏരിയയിലേക്ക് എത്തിയ സമയത്ത് തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് കിട്ടി നമുക്ക്
ഒന്നും കൂടി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി താഴോട്ട് തന്നെ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് എനിക്ക് ഒരു എൻട്രി സെറ്റപ്പ് കിട്ടിയപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് SL അടിച്ച് പോയി. മാർക്കറ്റ് പിന്നെ ക്ലിയർലി നമുക്കൊരു ഷിഫ്റ്റ് തന്നു ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡൗൺ സൈഡ് ട്രേഡ് നോക്കുന്നത് കുറച്ച് റിസ്കി ആയിരിക്കും. ഡൗൺ സൈഡ് ട്രേഡ് മീൻസ് നല്ല ഷോർട്ട്, ഈ ഒരു ഏരിയ വരെയൊക്കെ ഷോർട്ട് നോക്കുന്നത് അത്യാവശ്യം റിസ്കി ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ ഉള്ള എല്ലാ ചാൻസും ഉണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പം ട്രേഡ് നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ഏരിയ ഒന്നും എടുത്താൽ റെഡി ആവില്ല. നമുക്ക് ഈ ഒരു ഏരിയയെങ്കിലും മിനിമം എത്തണം. അത് ഞാൻ വെള്ളിയാഴ്ച കണ്ട് വരച്ചാൻ തോന്നുന്നു. ഈ ഒരു ഏരിയയിലേക്കെങ്കിലും എത്തിയാലേ നമുക്ക് മേലോട്ടൊരു ട്രേഡ് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് ട്രേഡ് നോക്കാം. വേറെ പ്രത്യേകിച്ച് ഏരിയാസ് ഒന്നും ഇല്ല. ഓക്കെ, 4 hour FEG ആണ് കേട്ടോ അത്. അതൊന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ആണ്. ഒരു 4 hour FEG ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേലോട്ട് പോകാം. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ, നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ടുകളൊക്കെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെയെങ്കിലും മാർക്കറ്റ് വരണം. ഓക്കെ, ഈ ഒരു ഏരിയ വരെയെങ്കിലും മാർക്കറ്റ് വരണം. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അഥവാ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു ലോങ് എൻട്രീസ് നോക്കാം. അപ്പോൾ അതും മൈൻഡിൽ വെക്കുക. ഇനി അടുത്ത ട്രേഡ് നാസ്ഡാക്ക് ആണ്. നാസ്ഡാക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് തരുന്നത്. നാസ്ഡാക്ക് ലാസ്റ്റ് വീക്ക് നമ്മൾ ഈ ഒരു ഏരിയ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ തിരിച്ച് മേലോട്ട് കയറി പോയിട്ടുണ്ട്. ഞാൻ നാസ്ഡാക്കിൽ ഇപ്പോൾ ട്രേഡ് എടുക്കാറില്ല. കാരണം ഓൾ ടൈം ഹൈയിലാണ്. എനിക്ക് ഓൾ ടൈം ഹൈയിൽ ട്രേഡ് എടുക്കുന്നത് അങ്ങോട്ട് റെഡി ആവില്ല. അതുകൊണ്ട് ട്രേഡ് എടുക്കാറില്ല. ഇനി വേറെ ആർക്കെങ്കിലും ഏരിയാസ് വേണമെങ്കിൽ, നെക്സ്റ്റ് ഏരിയ ഉള്ളത് 4 hour ഇവിടെ ഒരു OB ഉണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം നല്ല മൊമെൻ്റ് ആണുള്ളത്. അപ്പോൾ 1 hour എവിടെയെങ്കിലും ഏരിയ ഉണ്ടോ നോക്കാം. 1 hour ഇവിടെ ഒരു FEG ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ടും നല്ല ഏരിയ ഈ ഒരു ഹൈ ഇല്ലേ, ഈ ഒരു ഹൈൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഏരിയ നോക്കുന്നതായിരിക്കും നന്നാവുക. ലോ ടൈം ഫ്രെയിം എടുത്ത് നോക്കാം. ഓക്കെ, 15 minute ഇവിടെ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ് ട്രേഡ് നോക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ എത്താമെന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം കൺഫർമേഷൻ കിട്ടിയാൽ മേലോട്ട് ഈ ഒരു ഏരിയ വരെ ട്രേഡ് നോക്കാം. പിന്നെ ഞാനിനി നാസ്ഡാക്കിൽ ട്രേഡ് എടുക്കണമെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു റിട്രേസ്മെൻറ്റ് കിട്ടണം. റിട്രേസ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോ എങ്കിലും ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് റിട്രേസ്മെൻറ്റ് തന്നു. പിന്നെ ഇവിടുന്ന് എൻട്രി സെറ്റപ്പ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക് ഷോർട്ടിന്. അതിന് ശേഷം അത്യാവശ്യം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താൽ മാത്രമേ ഞാൻ ലോങ്സ് ഇതിൽ നോക്കുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പെയർ വരിക യൂറോ USDയും ഗോൾഡും ആണ്. DXY ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, DXY നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയൻ്റെ അടുത്തെത്തി. പക്ഷേ ആ ഒരു ഏരിയയിലേക്ക് ടച്ച് ചെയ്യാണ്ടാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു മൊമെൻ്റം നമുക്ക് താഴോട്ട് തന്നിട്ടുണ്ട്. ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ലോ വരെയെങ്കിലും മാർക്കറ്റ് പോകണം, എന്നാലേ ഒരു ട്രേസ്മെൻറ്റ് മേലോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ക്ലിയർലി ബെയറിഷ് വ്യൂ ആണുള്ളത്. ന്യൂസ് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ന്യൂസ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ DXY ബെയറിഷ്നെസ് ആണ് നോക്കണ്ടേ. അപ്പോൾ യൂറോയിലൊക്കെ ലോങ് ട്രേഡ് ചെയ്യാം. കൗണ്ടർ ട്രെൻഡ് ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ 4 hour ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു FEG ഉണ്ട്. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. എന്നാലും തിരിച്ച് മേലോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് താഴോട്ട് തന്നെ മാർക്കറ്റ് പോകും. അപ്പം DXYയിൽ അത്രേ ഉള്ളൂ വ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.